അങ്ങനെ ക്ഷേമ പെൻഷൻ കൂട്ടി. ഏത് മാസം മുതൽ കൊടുക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞ സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി കൂട്ടിയിരിക്കുകയാണ്. 1500 ആയിരുന്നു, അത് 2000 ആക്കി. 2000 ആക്കിയത് കഴിഞ്ഞ ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ പിണറായി ഗവൺമെൻറ് 1500 2000 ആക്കി. കുറേ മാസങ്ങൾ കൊടുക്കാതിരുന്ന ശേഷം 2 മാസത്തത് ഒന്നിച്ച് ഇലക്ഷൻ സമയത്ത് കൊടുത്തു. അങ്ങനെ ഒന്നിച്ച് ഇലക്ഷൻ സമയത്ത് 4000 രൂപ ആളുകളുടെ വീട്ടിൽ കിട്ടിയപ്പോൾ അവരെല്ലാം വോട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. എം മണിയണ്ണം പറഞ്ഞതുപോലെ, മണിച്ചേട്ടൻ പറഞ്ഞതുപോലെ ആളുകൾ വാങ്ങി നക്കി തേച്ചു. ആളുകളാരും വോട്ട് ചെയ്തില്ല. അപ്പോൾ അത് വേറെ വിഷയം. 4000 രൂപ വാങ്ങിക്കുകയും ചെയ്തു, വോട്ടും ചെയ്തില്ല. വോട്ട് ചെയ്തെങ്കിൽ UDF അധികാരത്തിൽ വരില്ലായിരുന്നല്ലോ, LDF വരും. എന്തായാലും ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ 3000 രൂപ ആക്കിയിട്ടുണ്ട് ക്ഷേമ പെൻഷൻ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് 50% സൗജന്യം. അതിപ്പോൾ നയപ്രഖ്യാപനത്തിൽ പറയണമല്ലോ, 50% ജൂൺ 15 മുതൽ സൗജന്യമാക്കിയിട്ടുണ്ട്. ഉമ്മൻചാണ്ടി ആരോഗ്യ പെൻഷൻ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ പെൻഷൻ വരുന്നു. പിന്നെ പഠിക്കുന്നതിന് പ്രതിമാസം പൈസ കിട്ടുന്ന പരിപാടി വരുന്നു. അങ്ങനെ 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 വാർദ്ധക്യകാല വകുപ്പ്, വയോജന ക്ഷേമ വകുപ്പ് വരുന്നു. അങ്ങനെ മനോഹരമായ ഒരു ബഡ്ജറ്റല്ല നയപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇനി ബഡ്ജറ്റ് കൂടെ വരുമ്പോഴാണ് വിസ്മയ ബഡ്ജറ്റ് ആയിരിക്കും. VD സതീശൻ എന്ന ധനകാര്യമന്ത്രി, മുഖ്യമന്ത്രി കൂടെയാണ് അദ്ദേഹം, അവതരിപ്പിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. എന്തായാലും രസകരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്. ഗവൺമെൻറ് അധിക സാമ്പത്തിക ബാധ്യത വരും, അതൊക്കെ ശരിയാണ്. ധവളപത്രം വരാനുണ്ട്. പക്ഷേ 65 ലക്ഷം പേർക്ക് എന്ന് പറഞ്ഞാൽ 3 കോടി 3,50,000,000 കോടി ജനങ്ങളിൽ 65 ലക്ഷം എന്ന് പറഞ്ഞാൽ ഒരു 10-40% ആളുകളാവുന്നുണ്ട്. 10-15% ആളുകൾക്ക് വലിയ നേട്ടമാണ് കിട്ടുന്നത്. 3000 രൂപയാവുകയാണ് ക്ഷേമ പെൻഷൻ. അപ്പോൾ കൊള്ളാം. അപ്പോൾ ഇനിയിപ്പോൾ ക്ഷേമ പെൻഷൻ വാങ്ങിയാൽ മതി, മറ്റ് പെൻഷനൊക്കെ വാങ്ങുന്നതിനേക്കാളും. കാരണം ഈ ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനൊക്കെ ഇപ്പോൾ പലരെ എടുത്തു കഴിഞ്ഞാൽ 1000, 1500, 2000 രൂപയൊക്കെ ഉള്ളൂ. EPF ഒക്കെ പലർക്കും 600-1000 രൂപയൊക്കെ ഉണ്ട്. അപ്പോൾ EPF ഒന്നും ആവശ്യമില്ല. ക്ഷേമ പെൻഷനിലേക്ക് മാറുക എന്നുള്ളതാണ് ആളുകൾക്കൊരു അട്രാക്ഷൻ. 3000 രൂപ ക്ഷേമ പെൻഷൻ കിട്ടുകയാണ്. അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷനും അങ്ങനെ കിട്ടും. മറ്റതിനെ വാങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് അത് ഓപ്ഷനായിട്ട് എടുക്കാതെ ഇതിലേക്ക് പോകുന്നതാണ് വളരെ നല്ലതായിട്ട് ജനങ്ങൾക്ക് തോന്നുന്നത്. 3000 രൂപ ആക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെ സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപ ആക്കിയതോടുകൂടി VD സതീശൻ്റെ UDF പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അങ്ങോട്ട് പാലിക്കുകയാണ്. വനിതകൾക്ക് സീറ്റ് കൊടുക്കുന്ന പിന്നെ യാത്രാ ഇളവ് കൊടുക്കുന്നതോടുകൂടി, സൗജന്യ യാത്ര കൊടുക്കുന്നതോടുകൂടി രണ്ടാമത്തെ ഇതാവും. ആശാ വർക്കേഴ്സിന് തുക കൂട്ടിക്കൊടുത്തിട്ടുണ്ട് 3000. ഇനി അത് കൂട്ടുമോ, ബഡ്ജറ്റിൽ കൂട്ടുമോ? ഇങ്ങനെ പുതിയ നയങ്ങൾ പ്രഖ്യാപിച്ച് വരികയാണ്. എന്തായാലും രസകരമാണ് കാര്യങ്ങൾ. നമുക്ക് ഈ നയപ്രഖ്യാപനത്തിൽ പരിസ്ഥിതിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്, പുതുയുഗത്തെക്കുറിച്ച് പറയുന്നു, ക്ലൈമാറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയുന്നു, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് ഗവർണർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്നത് വളരെ മനോഹരമായി അവതരിപ്പിച്ചു. എല്ലാം പുതിയ കാര്യമാണ്. അപ്പോൾ പുതുയുഗം വരുമെന്ന് തന്നെ നമുക്ക് കാണാം. അതിലേറ്റവും പ്രധാനം വാർദ്ധക്യകാല പെൻഷൻ പോലുള്ള സാമൂഹ്യ പെൻഷൻ്റെ തുക 3000 ആക്കി എന്നുള്ളത് ചെറിയ കാര്യമല്ല. ഒരു ദിവസം 100 രൂപ കയ്യിൽ കിട്ടും. അത്യാവശ്യം മരുന്നും ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള തുക ആകുന്നു എന്നുള്ളത് വലിയ പെരുത്ത ഒരു കാര്യമാണ്.